പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ പുറത്ത് വേഗം പുറപ്പെട്ട ഒരു യാത്രയാണ് കേട്ടോ ഇത്. യാത്രാ മധ്യേ ഞങ്ങളുടെ പെട്രോൾ പതുക്കൊന്നും തീർന്നായിരുന്നു. പിന്നെ അടുത്ത് തന്നെ പമ്പുള്ളത് കൊണ്ട് പെട്രോൾ അടിക്കാനായിട്ട് വരും. യൂറോപ്പിലൊക്കെ പെട്രോൾ അടിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടോ, നമുക്ക് അടിച്ചു തരാനായിട്ട് ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ അടിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കാറിൽ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പോകുന്നത് വാലൻസിയയിലേക്കാണ്. നീണ്ട യാത്രയ്ക്ക് ശേഷം വാലൻസിയയുടെ ബോർഡർ താണ്ടി. ആദ്യം പ്ലാൻ ചെയ്തത് പോർച്ചുഗലിലേക്കാണെങ്കിലും പിന്നെ ദൂരം ഒരുപാട് കൂടുതലായതുകൊണ്ട് വാലൻസിയ തന്നെ പിടിച്ചു. ടൊമാറ്റോ ഫെസ്റ്റിവലിനൊക്കെ പേര് കേട്ട സ്പെയിനിലെ ഏക സ്ഥലം വാലൻസിയാണ്. ഇവിടുത്തെ റോഡുകളൊന്നും ഒരു രക്ഷയില്ല. ഇത്രയും വിശാലമായിട്ടുള്ള റോഡുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു വരുന്ന സിഗ്നൽ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് ഞങ്ങൾ വാലൻസിയയിലേക്ക് എത്തി. മൽവറാസോ എന്നുള്ള ബീച്ചാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് മൽവറാസോ. നൈറ്റ് വൈബ് ആസ്വദിക്കണമെങ്കിൽ ഈ ബീച്ചിലേക്ക് തന്നെ വരണം. മറ്റു ബീച്ചുകളൊക്കെ ചത്ത പോലെ തന്നെ ഇരിക്കും. പക്ഷെ ഈ ബീച്ചിൽ എപ്പോഴും ആൾക്കാരുണ്ട്. 2, 3, 4 മണിയായാലും ആൾക്കാരൊന്നും പോകത്തില്ല. ബീച്ച് സൈഡിലൂടെ കുറച്ചു നേരം നടന്ന ശേഷം അവിടെ കുറച്ചു നേരം തമ്പടിച്ച് ഞങ്ങൾ ഇരുന്നു. ബീച്ചിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാലോ. രാത്രി ബീച്ചിന്റെ ഭംഗിയൊന്നും കാണാനായിട്ട് പറ്റില്ലെങ്കിലും കുറെ നേരം ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഞങ്ങൾ തമ്പടിച്ചിരുന്നു, കുറെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് എത്തി. നല്ലൊരു സുപ്രഭാതമാണ് ബീച്ചിന്റെ ഈ കടൽക്കാറ്റ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. കൊളയതോല് ബീച്ചില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു. ആരും എന്തൊക്കെ പറഞ്ഞാലും ബീച്ചിന്റെ ഭംഗി അകലെ നിന്ന് കാണുന്നത്ര എനിക്ക് ഇഷ്ടമുള്ളൂ. അടുത്തുനിന്ന് കാണാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇച്ചാനുള്ള ധൈര്യത്തിൽ ഈ പ്രാവശ്യം കടലിലേക്ക് ഇറങ്ങി. ഉപ്പുവെള്ളത്തിൽ തലയും മേലും നനഞ്ഞു. ഞാൻ ഇത്രയും ആസ്വദിച്ചൊരു ബീച്ച് ഡേ വേറെ ഉണ്ടായിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം.